നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുഎസും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് മേൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ 50% ചുങ്കത്തിന്റെ കരിനിഴലും അതിനെ തുടർന്ന് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടികളുമായിരുന്നു പോയ വാരത്തിൽ ലോകത്തിലെ പ്രമുഖ വർത്തമാന പത്രങ്ങളിലെയും രാജ്യാന്തര സംഭവ വികാസങ്ങൾ വിശകലനം ചെയ്യുന്ന പ്രസിദ്ധീകരണങ്ങളിലെയും മുഖ്യ ചർച്ചാ വിഷയം. ഈ നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ഇരു രാജ്യങ്ങളും നടത്തിയ ശ്രമങ്ങളുടെ ഫലമായി വളർത്തിയെടുത്ത പരസ്പര വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതാണ് ട്രംപിന്റെ നടപടി എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും എന്തായിരിക്കും ഇനി ചൈനയിലെ 3 വമ്പൻ ശക്തികൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ സംഭവിക്കുന്നത് എന്നുള്ളത് മറ്റേതൊരു രാജ്യവും ഉറ്റുനോക്കുന്നതിനേക്കാൾ ഒരുപടി മുകളിലായിരിക്കും അമേരിക്ക ഉറ്റുനോക്കുന്നത്. അമേരിക്ക എന്ന് പറഞ്ഞാൽ മതിയാവില്ല, ട്രംപ് എന്ന് പറഞ്ഞാലാണ് അത് കറക്റ്റ് ചേരുന്നത്. കാരണം ട്രംപിന്റെ പല നയങ്ങളും അല്ലെങ്കിൽ കൊണ്ടുവരുന്ന പല നീക്കങ്ങളും അമേരിക്കക്കാരെ പോലും പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഏതായാലും ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ ഫോട്ടോ സെക്ഷന് തൊട്ടു മുൻപ് അസാധാരണമായ ഒരു ചർച്ച നടന്നിരിക്കുന്നു എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യൻ പ്രസിഡന്റ് പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും എന്നിവരോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പുടിനൊപ്പമാണ് മോദി ഉച്ചകോടി വേദിയിലേക്ക് എത്തിയത്. ലോകത്തെ ശക്തികളായ 3 രാഷ്ട്രങ്ങളുടെ നേതാക്കൾ ഒരുമിച്ച് നിന്നപ്പോൾ അത് ലോകമാധ്യമങ്ങളുടെ മുഴുവൻ ശ്രദ്ധ നേടുന്നതായി മാറി. കഴിഞ്ഞ ദിവസം ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നടത്തിയ കൂടിക്കാഴ്ചയിൽ പരസ്പര വിശ്വാസത്തോടെ ഒന്നിച്ചു നിൽക്കാൻ ധാരണയായിട്ടുണ്ട്. ശത്രുക്കളില്ലെന്നും പങ്കാളികളാണെന്നും ഇരു നേതാക്കളും വ്യക്തമാക്കിയിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇരു രാജ്യങ്ങളിലെയും ഉൽപ്പന്നങ്ങൾക്കും അമേരിക്ക ചുമത്തിയ പിഴത്തീരുവയെ അവഗണിച്ച് സമ്പദ്ഘടനയെ വളർത്താനാണ് ഇരു രാജ്യങ്ങളുടെയും ശ്രമം. അതിന് ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകത ഇരു നേതാക്കളും ഉയർത്തിക്കാട്ടി. അഭിപ്രായ വ്യത്യാസം തർക്കങ്ങളായി മാറരുതെന്നും ഇന്ത്യ ചൈന ബന്ധം സുദീർഘമാവണമെന്നും അഭിപ്രായപ്പെട്ടു. ചൈനയിലെ ടിയാൻജിനിൽ നടക്കുന്ന ഉച്ചകോടിക്കിടെയുള്ള കൂടിക്കാഴ്ചയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും പങ്കെടുത്തിരുന്നു. ഇന്ത്യൻ സമയം രാവിലെ 9:30 തുടങ്ങിയ കൂടിക്കാഴ്ച 40 മിനിറ്റാണ് നിശ്ചയിച്ചതെങ്കിലും 1 മണിക്കൂർ തുടർന്നു. വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ വീണ്ടും സജീവമാക്കാൻ ഇരു നേതാക്കളും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലും ധാരണയായി. 7 വർഷത്തെ ഒരിടവേളയ്ക്ക് ശേഷമാണ് മോദിയുടെ ചൈന സന്ദർശനമെന്നുള്ളതും ശ്രദ്ധേയമാണ്. ചൈനയിലെ ടിയാൻജിനിൽ ഷാങ്ഹായ് സഹകരണ കൂട്ടായ്മയുടെ ഉച്ചകോടിയിൽ സംബന്ധിക്കാനാണ് മോദി എത്തിയത്. റഷ്യൻ പ്രസിഡന്റ് പുടിനും പാകിസ്ഥാൻ, ഇറാനും എന്നിവയ്ക്ക് പുറമെ ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ തുടങ്ങിയ മധ്യേഷ്യൻ രാജ്യങ്ങളുടെ നേതാക്കളും സന്നിധരായിരുന്നു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ, ചൈന, റഷ്യ എന്നിവയ്ക്ക് മേൽ കടുത്ത നിലപാടെടുക്കുന്നതിനിടെയാണ് SCO ഉച്ചകോടി നടന്നതെന്നതും ശ്രദ്ധേയം. മോദി ഷീ പുടിൻ കൂടിക്കാഴ്ചകൾക്കും ഉച്ചകോടി വേദിയാകുന്നുവെന്നതും ഈ രാജ്യങ്ങളെല്ലാം വീണ്ടും പരസ്പര സഹകരണം ശക്തമാക്കുന്നതും അമേരിക്കയ്ക്കും ട്രംപിനും കടുത്ത ക്ഷീണമായിട്ടുണ്ട്. ട്രംപിന്റെ നയങ്ങളാണ് അമേരിക്കയുടെ എക്കാലത്തെയും വലിയ സുഹൃത്തായിരുന്ന ഇന്ത്യയെ ചൊടിപ്പിച്ചതെന്ന് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. റഷ്യൻ എണ്ണയല്ല, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം താനാണ് അവസാനിപ്പിച്ചതെന്ന ട്രംപിന്റെ അവകാശവാദം അംഗീകരിക്കാൻ മോദി തയ്യാറാകാതിരുന്നതും ട്രംപിന്റെ നോബൽ മോഹത്തെ ഇന്ത്യ പിന്തുണയ്ക്കാതിരുന്നതുമാണ് ഇന്ത്യക്ക് മേൽ 50% തീരുവ ചുമത്താൻ ട്രംപിനെ പ്രേരിപ്പിച്ചതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു. യുക്രൈന്റെ സുരക്ഷ ഉറപ്പാക്കാനായി യൂറോപ്പിന്റെ സംയുക്ത സേന അമേരിക്കയുടെ പിന്തുണയോടെ യുക്രൈനിലെത്തും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോൺ ഡെർ ലെയനാണ് ഇക്കാര്യം പറഞ്ഞത്. വൈകാതെ പാരീസിൽ നടക്കുന്ന യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടായേക്കും. തൽക്കാലം റഷ്യക്കെതിരായ യുദ്ധമല്ല ലക്ഷ്യം. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ഉണ്ടാവുകയും തുടർന്ന് മറ്റൊരു ആക്രമണത്തിൽ നിന്ന് യുക്രൈനെ സംരക്ഷിക്കുകയുമാണ് യൂറോപ്യൻ പടയുടെ ലക്ഷ്യം. യുദ്ധാനന്തര യുക്രൈന്റെ പുനരുജ്ജീവനത്തിന് പിന്തുണയും നൽകും. എന്നാൽ അമേരിക്കയുടെ പിന്തുണയോടെയുള്ള യൂറോപ്യൻ പടയുടെ യുക്രൈനിലെ സാന്നിധ്യത്തെ പുടിൻ അംഗീകരിക്കാനുള്ള സാധ്യത വിരളമാണ് താനും. ഇന്ത്യയും റഷ്യയും തമ്മിൽ ദശാബ്ദങ്ങളായി അടുത്ത തന്ത്രപരമായ ബന്ധമുണ്ട്. ഈ ബന്ധം ചൈനയുടെ കൂടി സാന്നിധ്യത്തിൽ കൂടുതൽ ശക്തമാകുകയാണ്. വാഷിംഗ്ടണുമായുള്ള ബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടായപ്പോൾ റഷ്യയുമായുള്ള സൗഹൃദത്തിന് കൂടുതൽ ഊഷ്മളത കൈവന്നിരിക്കുകയാണ്.
പുടിൻ മോദിയുമായി ഈ മാസം 2 തവണയാണ് സംസാരിച്ചത്. നേരത്തെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കറുമായും പുടിൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ മാസം ആദ്യം നടന്ന സംഭാഷണങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി മോദി പുടിനെ സുഹൃത്തെന്നാണ് വിശേഷിപ്പിച്ചത്. റഷ്യൻ പ്രസിഡന്റ് ഈ വർഷം ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2021 ഡിസംബറിലാണ് അദ്ദേഹം അവസാനമായി ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം നേരത്തെ തന്നെ വളരെ ദൃഢമാണ്. പ്രതിരോധം, ആണവോർജ്ജം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരിക്കുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. അമേരിക്കയുടെ ഉപരോധ സമാനമായ താരിഫുകളെ വകവയ്ക്കാതെ റഷ്യയുമായി ഇന്ത്യ വ്യാപാര ബന്ധം തുടരുന്നതും 2 രാജ്യങ്ങളുടെയും ബന്ധം ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ശരിയായ നയതന്ത്രമായി ഇത് വിലയിരുത്തപ്പെടുന്നു. ചൈനയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഊർജ, സുരക്ഷ, പ്രതിരോധ സഹകരണം, സാമ്പത്തിക ബന്ധങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകും. റഷ്യ യുക്രൈൻ യുദ്ധം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് നിർണായകമാണ്. ഇതുവരെ ഇന്ത്യ ഏതെങ്കിലും പക്ഷം ചേർന്ന നിലപാട് എടുത്തിട്ടില്ല. 2 രാജ്യങ്ങളും സമാധാനപരമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയുടേത്. US പുതുതായി ഏർപ്പെടുത്തിയ നികുതികളിൽ മിക്കതും നിയമവിരുദ്ധമാണെന്ന് ഫെഡറൽ അപ്പീൽ കോടതി വിധി വന്നതിന് പിന്നാലെ രോഷാകുലനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ ഏർപ്പെടുത്തിയ താരിഫുകൾ ഇല്ലെങ്കിൽ അമേരിക്ക പൂർണ്ണമായും നശിപ്പിക്കപ്പെടുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. നികുതികളും അതിലൂടെ നമ്മൾ ഇതിനകം സമാഹരിച്ച ട്രില്യൺ കണക്കിന് ഡോളറുകളും ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. നമ്മുടെ സൈനിക ശക്തി തൽക്ഷണം തുടച്ചു നീക്കപ്പെടുമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുന്നത്. കോടതിയുടെ 7 മുതൽ 4 വരെയുള്ള തീരുമാനങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച അദ്ദേഹം പാനലിലെ ഭൂരിപക്ഷം വരുന്ന ജഡ്ജിമാരെയും തീവ്ര ഇടതുപക്ഷ സംഘമെന്നാണ് വിശേഷിപ്പിച്ചത്. അതേസമയം ഈ തീരുമാനത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒബാമ നിയമിച്ച ജഡ്ജിയെ പ്രശംസിക്കാനും ട്രംപ് മടിച്ചില്ല. അദ്ദേഹത്തിന്റെ ധൈര്യത്തിന് നന്ദി പറഞ്ഞ ട്രംപ് അദ്ദേഹം അമേരിക്കയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവെന്നും പറഞ്ഞു. മിക്കവാറും എല്ലാ ഇറക്കുമതികളിലും വ്യാപകവും അനിശ്ചിതവുമായ നികുതികൾ ഏർപ്പെടുത്താൻ ട്രംപിന് അധികാരമില്ലെന്നാണ് ഫെഡറൽ സർക്യൂട്ടിനായുള്ള US അപ്പീൽ കോടതി വെള്ളിയാഴ്ച വിധിച്ചത്. കോടതി നികുതികൾ റദ്ദാക്കിയെങ്കിലും സുപ്രീം കോടതിയെ സമീപിക്കാൻ ട്രംപിന് സമയം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ കാലയളവിൽ ഒക്ടോബർ 14 വരെ നികുതികൾ നിലനിർത്താൻ അനുവാദം നൽകിയിട്ടുണ്ട്. ട്രംപിന്റെ വ്യാപാര നയത്തിൽ നികുതികൾ സുപ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. അദ്ദേഹം പുതുതായി ഏർപ്പെടുത്തിയ നികുതികൾ ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചത്. റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി തുടരുന്നതിനാൽ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നായ 50% തീരുവ ഇന്ത്യക്ക് മേലും ചുമത്തിയിട്ടുണ്ട്. അതേസമയം നികുതികളെ എതിർത്ത ജഡ്ജിമാരെ കറുത്ത കുപ്പായമിട്ട രാഷ്ട്രീയക്കാരെന്നാണ് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നവാരോ വിശേഷിപ്പിച്ചത്. സുപ്രീം കോടതിയിൽ നിന്ന് എങ്ങനെ തങ്ങൾക്ക് അനുകൂലമായ വിധി സമ്പാദിക്കാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു രൂപരേഖയാണ് ജഡ്ജിമാരുടെ വിയോജന കുറിപ്പുകൾ നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. താരിഫുകൾ സ്ഥിരമായിരിക്കാൻ ഉദ്ദേശമുള്ളതല്ലെന്നും നവാരോ പറഞ്ഞു. ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. കേസിൽ തോൽക്കുകയാണെങ്കിൽ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതാണ് ശരി. അത് അമേരിക്കയുടെ അവസാനമായിരിക്കുമെന്നാണ് നവാരോ കൂട്ടിച്ചേർത്തിരിക്കുന്നത്.